ഭക്ഷണം കഴിച്ചത് വീട്ടിൽ നിന്നാ. തബ്ലീഗിന്റെ പ്രവർത്തകൻ എന്നോട് ചോദിച്ചു, ഉസ്താദെ മൗലൂദ് ഓതാമോ? മൗലൂദ് ഓതാമോ, അതിന് തെളിവുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ പേര് ഞാൻ പറഞ്ഞോട്ടെ? എൻ്റെ പേര് പറഞ്ഞു, കുഴപ്പമില്ല. ഞാൻ അതുകൊണ്ടാണ് മാഹിന്റെ പേര് പറയുന്നത്. അദ്ദേഹം തബ്ലീഗിന്റെ ഒരു പ്രവർത്തകനാണ്, നല്ലൊരു ദീനിയായ പ്രവർത്തകൻ. അള്ളാഹു അങ്ങനെ സംശയം ചോദിക്കണം. അള്ളാഹു തആല പടച്ചവൻ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹിയുടെ ജീവചരിത്രം, നബിയുടെ സ്മരണ പറയുന്നത് ഗദ്യമായിട്ടും പദ്യമായിട്ടും. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇത് ഗദ്യം, ബാക്കിയുള്ളത് പദ്യം അല്ലേ? സഹോദരന്മാരെ, ഇത് ഓതാമോ എന്നാണ് മാഹീൻ എന്ന സഹോദരൻ ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തിരുമേനിയുടെ മുന്നിൽ വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അംദദിഹക, അങ്ങയുടെ മദഹ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, പറഞ്ഞോട്ടെ. പ്രവാചകന്റെ പിതൃവ്യനാണ്, നബി തിരുമേനിയുടെ മൂത്താപ്പയാണ്, അമ്മാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ത്വായിഫിലെ പള്ളിയിലാണ്. ഈ വിനീതൻ 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് ത്വായിഫിൽ ചെന്നപ്പോ ആ പള്ളി സന്ദർശിച്ചു. അബ്ബാസ് മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മദ്ഹ്, അങ്ങയുടെ പ്രശംസ, ഇന്നി ഉരീദു അൻ അംദദിഹക, മദ്ഹിൽ നിന്നാണ് അംദദിഹക. പണ്ഡിതന്മാർക്ക് മനസ്സിലായി, ഞാൻ അങ്ങയുടെ മദ്ഹ് പറയട്ടെ. എന്റെ മദ്ഹൊന്നും പറയണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ, നിങ്ങൾ പറഞ്ഞോളീ. ഖുൽ, മൂത്താപ്പ, നിങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞോളീ. എന്നിട്ടൊരു വാക്ക് പ്രവാചക പുങ്കവർ പറഞ്ഞു. പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, മുത്തുനബിയുടെ പ്രശംസ, മദ്ഹ് പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, അത് പദ്യമായിട്ടോ ഗദ്യമായിട്ടോ പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, ലാ യഫ്ളുലില്ലാഹു ഫാക്, താങ്കളുടെ വായിക്ക് അനർത്ഥമുണ്ടാവുകയില്ല, താങ്കളുടെ വായിക്ക് കുഴപ്പമുണ്ടാവുകയില്ല. 90 വർഷം ജീവിച്ച അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ ഒരു പോട് പോലും ഉണ്ടായില്ല, ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയില്ല, ഒരു പല്ലിന് ഇളക്കം പോലും സംഭവിച്ചില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم يا واجب الوجود ويا واهب الخير أفض علينا من أنوار رحمتك اللهم يسر لنا الوصول إلى كمال معرفتك فقد قال الله تعالى في القرآن العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن
الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال الله تعالى إن هذا القرآن يهدي للتي هي أقوم ويبشر المؤمنين الذين يعملون الصالحات أن لهم أجرا كبيرا. صدق الله العظيم. روى مسلم عن أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم أنا سيد ولد آدم يوم القيامة وأول من ينشق عنه القبر وأول شافع وأول مشفع. صدق رسول الله. ബഹുമാനപ്പെട്ട ഇമാം സുബൈർ മൗലവി അവറുകൾ ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? വറഫഅനാ ലക ദിക്റക. അലം നശ്റഹ് അധ്യായത്തിലെ വറഫഅനാ ലക ദിക്റക, ഇത് ആര് പറഞ്ഞു? ആരെപ്പറ്റി ചിന്തിക്കണം. അല്ലാഹുവാണ് പറഞ്ഞത്. വറഫഅനാ, നാം ഉയർത്തി വച്ചു, ലക ദിക്റക, താങ്കളുടെ സ്മരണ, താങ്കൾക്ക് വേണ്ടി താങ്കളുടെ സ്മരണയെ നാം ഉയർത്തി വച്ചു. അല്ലാഹു നബിയുടെ ദിക്ർ ഉയർത്തുകയാണ്. നമ്മൾ അർത്ഥം പറഞ്ഞു പോവും, പക്ഷേ ആ ആയത്തിന്റെ ഉള്ളിലുള്ള കാമ്പ്, അതിന്റെ സന്ദേശം നമ്മൾ മനസ്സിലാക്കുന്നില്ല. നോക്കൂ, അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അത് അല്ലാഹു തആല മനുഷ്യനിൽ കൊടുത്ത ഒരു ഗുണമാണ്. വഇദാ അദഖ്നന്നാസ റഹ്മതൻ ഫരിഹു ബിഹാ, സൂറത്തുർ റൂമിൽ അല്ലാഹു പറയുന്നുണ്ട്, നാം ജനങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ആസ്വദിപ്പിക്കുമ്പോൾ ഫരിഹു ബിഹാ, അവരതുകൊണ്ട് സന്തോഷിക്കുന്നു. സ്ഥാനമാനങ്ങൾ, അധികാരങ്ങൾ, സമ്പത്ത്, സന്താനങ്ങൾ, ഇവയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്, അല്ലേ? എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഖുർആൻ. ഏറ്റവും വലിയ അനുഗ്രഹമാണ് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുർആൻ കിട്ടിയതിന്റെ പേരിൽ, ആ ഖുർആൻ പ്രബോധനം ചെയ്ത മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായ വിശ്വാസിയായതിന്റെ പേരിൽ നമ്മൾ അള്ളാഹുവിനോട് നന്ദി രേഖപ്പെടുത്തേണ്ടതല്ലേ? وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ وَأَمَّا بِنِعْمَةِ رَبِّكَ فَحَدِّثْ. നിന്റെ നാഥൻ അങ്ങയോട് ചെയ്ത അനുഗ്രഹം അങ്ങ് എടുത്തു പറഞ്ഞാലും ഫഹദ്ദിസ്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഒരു ഹദീസ് വരുന്നുണ്ട്, അത്തഹദ്ദുസു ബിന്നിഅമതി ശുക്റുൻ, അനുഗ്രഹം കൊണ്ട് വർത്തമാനം പറയൽ, എടുത്തു പറയൽ, നന്ദി രേഖപ്പെടുത്തലാണ്. റബ്ബ് ചെയ്ത അനുഗ്രഹം മറ്റുള്ളവരോട് പറയുന്നത് ശുക്റുൻ, അത് ശുക്റാണ്. വതർക്കുഹു കുഫ്റുൻ, അല്ലാഹു ചെയ്ത അനുഗ്രഹം എടുത്തു പറയാതെ വിട്ടുപോകുന്നത് നന്ദികേടാണ്, കുഫ്റാണ്. കണ്ടോ? അൽഹംദുലില്ലാ, അല്ലാഹു എനിക്കൊരു സ്വിഫ്റ്റൊക്കെ തന്നടാ എന്ന് പറയുന്നതിന് ഒരു കുഴപ്പമില്ല. ഞാൻ നല്ലൊരു വീടൊക്കെ പണിതു, എന്റെ മക്കളെയൊക്കെ കെട്ടിച്ചു, പറഞ്ഞോളീ. ഫഹദ്ദിസ്, അള്ളാഹു ചെയ്ത അനുഗ്രഹങ്ങൾ എടുത്തു പറയണം. ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? ആല ഇമ്രാൻ അധ്യായം 164 ആയത്ത്. അള്ളാഹു പറയട്ടെ,
ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മഹ ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ തീർച്ചയായും അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. മന്ന, മിന്നത്ത്, നിഅമത്ത് ഒക്കെ ഒരർത്ഥമാണ്. തീർച്ചയായും മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം അവരിൽ നിന്നു തന്നെ ഒരു മഹാ റസൂലിനെ അല്ലാഹു അയച്ചു കൊടുത്തു. ആ റസൂൽ യത്ലു അലൈഹിം ആയാതി അല്ലാഹുവിന്റെ സൂക്തങ്ങൾ ഓതിക്കൊടുക്കുന്ന റസൂൽ, വയുസക്കീഹിം അവരെ സംസ്കരിക്കുന്ന പ്രവാചകൻ, വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ അവർക്ക് വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന പ്രവാചകൻ. വേദവും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന, സംസ്കരിച്ചെടുക്കുന്ന, തസ്കിയത്ത് ചെയ്യുന്ന, ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന ഒരു മഹാനായ റസൂലിനെ അവരിലേക്ക് അയച്ച അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ലഖദ് മന്നല്ലാഹ് ഏറ്റവും വലിയ അനുഗ്രഹം വിശ്വാസിയായി തീർന്നു. അതിലും ഉപരി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിയായ വിശ്വാസിയായി തീർന്നു എന്നുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തെ പറയണം, ഓർക്കണം. സൂറത്തുൽ അഹ്സാബ് 56-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ് തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബിയ്യ് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പറിൽ നിന്ന് ഖതീബ് ഉരുവിടുന്ന ആയത്താണിത്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലയോ വിശ്വസിച്ചവരെ, സ്വല്ലൂ അലൈഹി നിങ്ങൾ ആ പ്രവാചകന് സ്വലാത്ത് ചൊല്ലണം, വസല്ലിമൂ തസ്ലീമാ ആ പ്രവാചകന്റെ പേരിൽ സലാമും നിങ്ങൾ ഉരുവിടണം. അഹ്സാബ് 56-ാമത്തെ ആയത്ത്. സഹോദരങ്ങളെ, വഖാലൽ ബുഖാരി ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, ഇമാം ബുഖാരി തങ്ങൾ പറയുകയാണ്, സ്വലാത്തുല്ലാഹ് അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായിക നബിയെ പറ്റി മലക്കുകളുടെ മുമ്പിൽ പ്രശംസ ചൊരിയലാണ്. കണ്ടോ? ഒരുപാട് തഫ്സീറുകളുണ്ട്. ഇമാം ബുഖാരി റഹ്മഹുള്ളയുടെ തഫ്സീറാണ് അല്ലാഹു നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായിക മലക്കുകളോട് പ്രവാചകന്റെ മദ്ഹ്, പ്രവാചകന്റെ പ്രശംസ പറയലാണ്. ഉണ്ടോ? അള്ളാഹുവിന്റെ അടുക്കലുള്ള മലക്കുകളോട് നബി തിരുമേനിയെ പറ്റി അള്ളാഹു പ്രശംസ പറയും, മദ്ഹ് പറയും. നോക്കൂ, അല്ലാഹു തആല വിശ്വാസികളോടും പറയുന്നു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അത്യുന്നതങ്ങളിൽ അല്ലാഹു നബിയുടെ പ്രശംസ മലക്കുകളോട് പറയുന്നു. താഴെ ഭൗതിക ലോകത്ത് നിങ്ങളും ആ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലൂ. തബ്ലീഗിന്റെ പ്രവർത്തകനായ മാഹീൻ എന്ന യുവാവിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം അദ്ദേഹമാണ് ഞാനിപ്പോൾ ഇത് പറയാൻ പ്രചോദനം. എന്താണ് മൗലൂദ്? മൗലൂദ് എന്നും പറയും, മൗലിദ് എന്നും പറയും. മൗലൂദ് എന്ന് പറഞ്ഞാൽ ജനിക്കപ്പെട്ട ശിശു, നവജാത ശിശു. മൗലൂദ് അതാരാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, മൗലൂദ് എന്ന് പറഞ്ഞാൽ, മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ എന്താണ് മൗലൂദ്? അത് റസൂലുള്ളാഹിയുടെ മദ്ഹ്, റസൂലുള്ളാഹിയുടെ മദ്ഹ്. അതേ അബ്ദുൽ ഹമീദ് ഉസ്താദൊക്കെ ഉണ്ട്, ഈരാറ്റുപേട്ടയിലെ ഏറ്റവും സീനിയർ ഉസ്താദാണ്, എത്രയോ ശിഷ്യഗണങ്ങളുടെ ഉസ്താദാണ് അല്ലേ.
അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എന്താ നിങ്ങൾ ആമീൻ പറയാത്തെ? ആമീൻ. മൗലൂദ് ഓതുക എന്ന് പറഞ്ഞാൽ അത് നബി തിരുമേനിയുടെ ജീവചരിത്രമാണ്. ഗദ്യമായിട്ടും പദ്യമായിട്ടും ക്രോഡീകരിക്കപ്പെട്ട ആ ഗ്രന്ഥം അല്ലെങ്കിൽ ആ പേജുകൾ, അതാണല്ലോ മൗലൂദ്. അല്ല, അത് ഓതുന്നതിന് എന്താ തെറ്റ്? സുബൈർ സാറേ, മൗലൂദ് ഓതുന്നത് തെറ്റാണോ? റസൂലുള്ളാഹിയുടെ ജീവചരിത്രം, നബിയുടെ സ്മരണ പറയുന്നത് ഗദ്യമായിട്ടും പദ്യമായിട്ടും. സുബ്ഹാനല്ലദീ അത്ലഅ ഫീ ശഹരി റബീഇൽ അവ്വലി ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറഹു ഖബല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. ഇത് ഗദ്യം, ബാക്കിയുള്ളത് പദ്യം അല്ലേ? സഹോദരന്മാരെ, ഇത് ഓതാമോ എന്നാണ് മാഹീൻ എന്ന സഹോദരൻ ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബി തിരുമേനിയുടെ മുന്നിൽ വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ഉരീദു അൻ അംദദിഹക, അങ്ങയുടെ മദഹ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, പറഞ്ഞോട്ടെ. പ്രവാചകന്റെ പിതൃവ്യനാണ്, നബി തിരുമേനിയുടെ മൂത്താപ്പയാണ്, അമ്മാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത് ത്വായിഫിലെ പള്ളിയിലാണ്. ഈ വിനീതൻ 6-7 കൊല്ലങ്ങൾക്ക് മുമ്പ് ത്വായിഫിൽ ചെന്നപ്പോ ആ പള്ളി സന്ദർശിച്ചു. അബ്ബാസ് മസ്ജിദ് എന്നാണ് അറിയപ്പെടുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ മദ്ഹ്, അങ്ങയുടെ പ്രശംസ, ഇന്നി ഉരീദു അൻ അംദദിഹക, മദ്ഹിൽ നിന്നാണ് അംദദിഹക. പണ്ഡിതന്മാർക്ക് മനസ്സിലായി, ഞാൻ അങ്ങയുടെ മദ്ഹ് പറയട്ടെ. എന്റെ മദ്ഹൊന്നും പറയണ്ട എന്ന് പറഞ്ഞു റസൂലുള്ളാഹ്. ഇല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുൽ, നിങ്ങൾ പറഞ്ഞോളീൻ. ഖുൽ, മൂത്താപ്പ, നിങ്ങൾ എന്റെ മദ്ഹ് പറഞ്ഞോളീൻ. എന്നിട്ടൊരു വാക്ക് പ്രവാചക പുങ്കവർ പറഞ്ഞു. പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, മുത്തുനബിയുടെ പ്രശംസ മദ്ഹ് പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, അത് പദ്യമായിട്ടോ ഗദ്യമായിട്ടോ പറഞ്ഞാൽ കിട്ടുന്ന ഗുണം, ലാ യഫ്ളുലില്ലാഹു ഫാക്, താങ്കളുടെ വായിക്ക് അനർത്ഥമുണ്ടാവുകയില്ല, താങ്കളുടെ വായിക്ക് കുഴപ്പമുണ്ടാവുകയില്ല. 90 വർഷം ജീവിച്ച അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ ഒരു പോട് പോലും ഉണ്ടായില്ല, ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോയില്ല, ഒരു പല്ലിന് ഇളക്കം പോലും സംഭവിച്ചില്ലെന്ന് ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ മദ്ഹ് ചൊല്ലാവല്ലോ അല്ലേ? ചൊല്ലാവോ ഉസ്താദേ? എന്താ അർത്ഥ? അള്ളാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞോട്ടെ എന്ന് മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു ചോദിച്ചപ്പോ നബി തിരുമേനി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞോളീൻ. ഖുൽ, മദ്ഹ് പറഞ്ഞോളീൻ. ലാ യഫ്ളുലില്ലാഹു ഫാക, നിങ്ങളുടെ വായിക്ക് ഒരു കുഴപ്പവും വരൂല്ല. മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇത് നിങ്ങൾ എവിടെന്നോ ഏതോ വാറോല പറഞ്ഞു ഒപ്പിക്കുന്നതല്ലേ? അല്ല, മുസ്തദറക്ക് ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ രേഖപ്പെടുത്തിയതാണ് ഈ സംഭവം. ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്ക് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. എന്നിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേൾക്കണോ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പദ്യമാണ് നബിയുടെ മദ്ഹായിട്ട് പറഞ്ഞത്. ഒരു പദ്യം, ഏതാനും വരികൾ ഞാൻ പറയാം. അത് മിൻ ഖബ്ലിഹാ തിബ്ത ഫിൽ ലിലാലി വഫി മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ വറക് സുമ്മ ഹബത്തൽ ബിലാദ ലാ ബശറുൻ അൻത വലാ മുൽഗത്തുൻ വലാ അലഖ് ബൽ നുത്ഫത്തുൻ തർകബുസ് സഫീന വഖദ് അൽജമ നസ്റൻ വഅഹ്ലഹുൽ ഗറഖ് തുൻകലു മിൻ സാലിബിൻ ഇലാ റഹിമിൻ ഇദാ മലാ അലമുൻ ഖദ ബദാ തബഖ്. ഹാക്കിം, തബറാനി, ബൈഹഖി. ഹാക്കിം, തബറാനി, ബൈഹഖി 3 ഹദീസിന്റെ ഇമാമുകൾ ഇത് രേഖപ്പെടുത്തി. നോക്കി അതിന്റെ അർത്ഥം കേട്ടാലുണ്ടല്ലോ, നമ്മുടെ മങ്കൂസ് മൗലൂദിൽ അതുപോലെ പറഞ്ഞിട്ടുണ്ട്. മിൻ ഖബ്ലിഹാ,
നബിയെ താങ്കൾ ഈ ദുനിയാവിലേക്ക് വരുന്നതിനു മുമ്പ് തിബ്ത ഫിൽ ലിലാൽ വഫീ മുസ്തൗദഇൻ ഹൈസു യുഖ്സഫുൽ ബറക്, ഇലകൾ ഇടതൂർന്നു നിൽക്കുന്ന സ്വർഗത്തിലായിരുന്നല്ലോ താങ്കൾ. മുസ്തൗദ അവിടന്ന് ആദം അലൈഹിസ്സലാമിന്റെ നട്ടല്ലിലായിരുന്നല്ലോ. സുമ്മ ഹബത്ത, പിന്നീട് അവിടന്ന് ഇറങ്ങി അൽ ബിലാദ്, ഈ ദുനിയാവിലേക്ക് അവിടന്ന് വന്നു. ലാ ബശറുൻ അന്ത വലാ മുൽഗത്തുൻ വലാ അലക്, മനുഷ്യനായിട്ടല്ല വന്നത്. വലാ മുൽഗ, രക്തക്കട്ടയായിട്ടല്ല. വലാ അലക്ക്, മാംസപ്പിണ്ടവും രക്തക്കട്ടയുമായിട്ടല്ല അവിടന്ന് വന്നത്. ബൽ നുതുഫ, അവിടന്ന് സ്വർഗത്തിൽ നിന്ന് ആദം നബിയുടെ നട്ടലിലൂടെ അവിടന്ന് ഈ ദുനിയാവിലേക്ക് വന്നത് നുതുഫയായിട്ടാണ്. സൈഗോട്ട്, സിക്താണ്ഡം, നുതുഫ. തർക്കബുസ് സഫീന, അവിടന്ന് നൂഹ് നബിയോടൊപ്പം കപ്പലിൽ സഞ്ചരിച്ചില്ലേ. വഖദ് അൽജമ നസ്റൻ വ അഹ്ലഹുൽ ഗറഖു, നോക്കൂ, മനുഷ്യ മക്കളെ ആ വെള്ളപ്പൊക്കം ശ്വാസം മുട്ടിച്ചപ്പോൾ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ താങ്കളുണ്ടായിരുന്നു. തുങ്കലുമിൻ സാലിബിൻ ഇലാ റഹിമിൻ, ഓരോ നട്ടല്ലിൽ നിന്നും ഗർഭാശയത്തിലേക്ക് അവിടന്ന് നീങ്ങി 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 വന്നു. എന്താ അല്ലേ, എന്താ അല്ലേ? ആരാ പറയുന്ന, ആരുടെ മദഹ് ആര് പറയുന്നു? നബിയുടെ മൂത്താപ്പ അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയുടെ മദഹ് പറയുകയാ. തുൻഖലു മിൻ സാലിബിൻ ഇലാ റഹിമിൻ ഇദാ മലാ ആലമുൻ ഖദാ ബദാ തബഖ്, അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ അവിടുന്ന് നട്ടല്ലിൽ നിന്ന് ഗർഭപാത്രത്തിലൂടെ നുത്ഫയായി വന്നു വന്ന് 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 ഇതാ ഞങ്ങളിലേക്ക് വന്നു. സൂറത്തു തൗബ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. സൂറത്തു തൗബ. ലഖദ് ജാഅകും, തീർച്ചയായും നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. റസൂലും മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ, ജിന്നല്ല, നിങ്ങളിൽ നിന്ന് തന്നെ ഒരു റസൂൽ നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾ മാർഗഭ്രംശത്തിലാകുന്നത് ആ പ്രവാചകന് അസഹനീയമാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ നാനോന്മുഖമായ പുരോഗതിയിൽ ആ പ്രവാചകൻ ആഗ്രഹമുള്ളയാളാണ്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, വിശ്വാസികളോട് ദയാവായ്പും കരുണയുള്ളവനുമാണ്. ഖുർആനാണിത്, ഖുർആനാണിത്. അങ്ങനെ റസൂലുള്ള എവിടെന്ന് തുടങ്ങിയ യാത്ര ആദം നബിയുടെ നട്ടലിൽ നിന്ന് ഇടതൂർന്ന് നിൽക്കുന്ന പച്ചപ്പ് പിടിച്ചു നിൽക്കുന്ന സ്വർഗത്തിൽ നിന്ന് ഇങ്ങനെ വരികയാ അല്ലേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ നട്ടലിലൂടെ, നൂഹ് നബിയുടെ നട്ടലിലൂടെ. സുഹൃത്തുക്കളെ, അത് തന്നെയല്ലേ നമ്മുടെ മങ്കൂസ് മൗലൂദിലും പറഞ്ഞിരിക്കുന്നത് അല്ലേ? സുബ്ഹാനല്ലാഹ്. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദം, അല്ലാഹു ആദമിനെ പടച്ചപ്പോൾ അൽഖാ ദാലികൻ നൂറ, ആ പ്രകാശത്തെ അല്ലാഹു ഇട്ടു ഫീ തീനത്തി, ആ ആദം നബിയെ സൃഷ്ടിച്ച കളിമണ്ണിലേക്ക് ആ നൂറിനെ അല്ലാഹു ഇട്ടു. ഫഅഹബതനി അല്ലാഹു ഫീ സുൽബി ആദം, അങ്ങനെ ആ പ്രകാശത്തെ ആദമിന്റെ നട്ടലിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ മൗലൂദ് കിതാബി പറഞ്ഞു അതേ കാര്യം തന്നെയല്ലേ നബിയുടെ മൂത്താപ്പ ഇവിടെ പാടിയത്. സുഹൃത്തുക്കളെ, ഹാക്കിം, തബറാനി, ബൈഹഖി റിപ്പോർട്ട് ചെയ്തതാ. അപ്പോ മൗലൂദ് ഓതാവോ? പാടില്ലേ? അല്ല, അത് നിങ്ങൾ 1 മുതൽ 12 വരെ മാത്രം ഓതുന്ന എന്നായി രണ്ടാമത്തെ വിമർശനം. എപ്പോഴും ഓതിക്കോളീൻ, എപ്പോഴും ഓതിക്കോളീൻ. ഹബീബ മൗലൂദ് എന്ന് പറഞ്ഞാൽ അത് പ്രവാചകന്റെ മദ്ഹാണ്, നബിയുടെ ജീവചരിത്രം. നോക്ക്, ഈ പണ്ഡിതന്മാരെല്ലാം ഖാസിമികളും ബാക്കബികളും ഒക്കെയാ മൗലൂദ് കിതാബിൽ എന്ത് പറയുന്നു അവർക്കറിയാം, അവർക്കറിയാം. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രം പറയുന്നത് പുണ്യമാണ്. അതുപോലെ അത് പദ്യമാകട്ടെ ഗദ്യമാകട്ടെ എന്ന് മാത്രവുമല്ല, മൂത്താപ്പ പറഞ്ഞോ നിങ്ങളുടെ വായിക്കൊരു കുഴപ്പവും വരൂല. 90 വയസ്സ് ജീവിച്ചിട്ടും ആ പല്ലിന് ഇളക്കം വന്നില്ല. ലാ യഫ്ളുലില്ലാഹു ഫാക്ക ഷഫീഉനാ റസൂലുള്ളാഹി. പോട്ടെ, ഇതൊക്കെ പോട്ടെ. അഹ്സാബ് സൂറത്തിലെ 56-ാമത്തെ ആയത്ത് മാത്രം മതിയല്ലോ. ഇന്നല്ലാഹ വ മലായികതഹു, അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന അലൻ നബി, ആ നബി തിരുമേനിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നു.
നബി തിരുമേനിയുടെ പേരിൽ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ സ്വലാത്തുല്ലാഹി സനാഉഹു ഇൻദൽ മലായിക എന്ന് ഇമാം ബുഖാരി അതിന് തഫ്സീർ ചെയ്യുന്നു. അത് അംഗീകരിച്ചൂടെ? അല്ലാഹു തആല അവന്റെ ഹബീബിനെ പറ്റി മലക്കുകളോട് സനാഉഹു, ഹനഫി മദ്ഹബിൽ കൈകെട്ടിയാൽ സനാ ഓതും, അത് അള്ളാഹുവിന്റെ പ്രശംസയാ. നബിയുടെ പ്രശംസ അള്ളാഹു മലക്കുകളോട് പറയുന്നു. അള്ളാഹ്ക്ക് പറയാമെങ്കിൽ നമുക്ക് പറഞ്ഞുകൂടെ ഹബീബേ? എന്തിനാണ് ഇത് വിവാദമാക്കുന്നത്? എപ്പോഴും നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലീൻ, മദ്ഹ് പറയീൻ. റബീഉൽ അവ്വലിൽ പറയണ്ട എന്നാരും പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ ഉസ്താദേ? റബീഉൽ അവ്വലിൽ മാത്രം പറയണ്ട, അത് ഒന്നിന്റെ മദ്രന്റെ ഇടയിൽ പറയണ്ട എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ? അൽഹംദുലില്ലാ പറയീൻ. അതൊരു വിവാദമാക്കാതെ അത് ഇൻഷാ അല്ലാഹ് അത് സംബന്ധമായ കാര്യങ്ങളൊക്കെ അതൊരു വിഷയം വെക്കേണ്ടതായിരുന്നു. ഒരു ദിവസം സറായുദ്ദീൻ മൗലവിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഉസ്താദ് അങ്ങോട്ടൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി ജീവിതവും സന്ദേശവും സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ, സറായുദ്ദീൻ ഉസ്താദിന് അതാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സംശയം മാറിയില്ലേ? മാറിയോ? അല്ലാഹു തആല അവന്റെ ഹബീബിന്റെ മദ്ഹ് പറയാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വറഫഅനാ ലക ദിക്റക, താങ്കളുടെ ദിക്റിനെ നാം ഉയർത്തി വെച്ചു. സുബൈർ ഉസ്താദ് ആയത്ത് ഓതിയില്ലേ? എവിടെയൊക്കെ ദിക്ർ ഉയർത്തി വെച്ചു? ഫിൽ അദാൻ, ബാങ്കിൽ, വഫിൽ ഇഖാമ, ഇഖാമത്തിൽ, പിന്നെ എവിടെയാ? വഫിൽ ഖുതുബ, ഖുതുബയിൽ, വഫി തശഹുദ്, അത്തഹിയാത്തിൽ. അള്ളാഹുവിന്റെ റസൂലിന്റെ നാമം എവിടെയെല്ലാം അള്ളാഹുവിന്റെ നാമം പറയുന്നോ അവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാമം അള്ളാഹു ചേർത്ത് പറഞ്ഞില്ലേ? ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കീൻ. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന സയ്യിദു ഉൽദി ആദമ യൗമൽ ഖിയാമ, ഞാൻ ആദമിന്റെ സന്താനങ്ങളിലെ നേതാവാണ്, ആദം സന്തതികളുടെ നേതാവാണ് ഞാൻ. അന സയ്യിദു ഉൽദി ആദം യൗമൽ ഖിയാമ വ അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബറു, ആദ്യം ഖബർ പൊട്ടുന്ന ആ വ്യക്തിയുമാണ് ഞാൻ. നബി തിരുമേനിയുടെ ഖബറാണ് ആദ്യം വിണ്ടുകീറുക മഹ്ശറയിലേക്ക് ചെല്ലുന്നതിന്, അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് ആദ്യം എന്റെ ഖബറാണ് പൊട്ടിക്കീറുക. വ അവ്വലു ശാഫിഇൻ വ അവ്വലു മുശഫഇൻ, നാളെ പരലോകത്തിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരേ ഒരു വ്യക്തിത്വം ഞാനാണ്. ശുപാർശകനിൽ ഒന്നാമൻ, എന്റെ ശുപാർശയാണ് സ്വീകരിക്കപ്പെടുന്നവനിൽ ഞാനാണ് ഒന്നാമനെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു ഹദീസാണല്ലേ. ആ നബി തിരുമേനി നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വേണ്ടപ്പെട്ടവരാണ്. ആ റസൂലുള്ളാഹിയുടെ ജീവചരിത്രം പറയീൻ, അത് പറയീൻ, അത് നമ്മുടെ ജീവിതത്തിൽ പകർത്തീൻ. ആ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലീൻ. അത് പദ്യമാകട്ടെ ഗദ്യമാകട്ടെ. നബിയുടെ മൂത്താപ്പ പദ്യമായിട്ടാണല്ലോ ഇവിടെ ആ ചരിത്രം ഇങ്ങനെ പറഞ്ഞത്. നബി പറയണ്ട എന്ന് പറഞ്ഞില്ല, ശിർക്കാണെന്ന് പറഞ്ഞില്ല, നേരെ മറിച്ച് അതുകൊണ്ട് വായിക്ക് ഗുണങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞു അല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പുണ്യ റസൂൽ അവിടത്തെ അള്ളാഹു നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. നോക്കൂ, നബിയുടെ ജനനം റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. സൂറത്തുൽ അംബിയായിൽ അവസാന ഭാഗത്ത് അല്ലാഹു പറയുന്നുണ്ട്, അങ്ങയുടെ നിയോഗം റഹ്മത്തൽ ലിൽ ആലമീൻ, സമസ്ത ലോകങ്ങൾക്കും അനുഗ്രഹമാണ് നബിയേ, അനുഗ്രഹമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു ഒരിക്കൽ, സമസ്ത ലോകങ്ങൾക്കും എന്റെ നിയോഗം റഹ്മത്താണല്ലോ, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ആ റഹ്മത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം അങ്ങേക്ക് കിട്ടിയോ? ഞാൻ എല്ലാ ലോകത്തിനും റഹ്മത്താ, താങ്കൾക്ക് അതിന്റെ ഗുണം കിട്ടിയോ? അപ്പോ മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഇന്നി ഖശീതുൽ ആഖിബ, ഞാൻ ആഖിബത്ത് ഭയപ്പെട്ട വ്യക്തിയാണ്, എന്റെ ആഖിബത്ത് എന്താകുമെന്ന് ഭയപ്പെട്ടു. പക്ഷേ അങ്ങേക്ക് അല്ലാഹു ഇറക്കി തന്ന ഖുർആനിൽ എനിക്കതാ ആഖിബത്തിനെ കുറിച്ച് ഇനി ഭയമില്ല. അല്ലാഹു പറഞ്ഞതെന്താ? ഇന്നഹു ലഖൗലു റസൂലിൻ കരീം
ذي قوة عند ذي العرش مكين مطاع ثم أمين. ഈ ഖുർആൻ ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ഇടയിലുള്ള മാന്യനായ ഒരു മീഡിയേറ്റർ, ഒരു മധ്യസ്ഥനുണ്ട്, അത് ജിബ്രീലാണ്. ഇത് മാന്യനായ ദൂതന്റെ വാക്കാണ് ഈ ഖുർആൻ. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ذي ഖുവ്വത്തിൻ ഇൻദ ദിൽ അർശി മക്കീൻ. ശക്തനാണ് ജിബ്രീൽ. ذي ഖുവ്വ ഇൻദ ദിൽ അർശി മക്കീൻ, വലിയ സിംഹാസനമുடைய അല്ലാഹുവിന്റെ അടുക്കൽ കാര്യസ്ഥനാണ്. മക്കീൻ, കാര്യസ്ഥൻ, അല്ലാഹുവിന്റെ കാര്യസ്ഥൻ ജിബ്രീൽ അലൈഹിസ്സലാം. മുതാഇൻ സമ്മ അമീൻ, അല്ലാഹുവിന്റെ മുമ്പിൽ വിനീത വിധേയനാണ് ജിബ്രീൽ. അമീൻ, വിശ്വസ്തനുമാണ്. നബിയേ, അല്ലാഹു എനിക്ക് ഈ വിശേഷണങ്ങൾ തന്നെങ്കിൽ ഞാൻ എന്തിനാണ് ഇനി ആഖിബത്ത് ഭയപ്പെടുന്നത്? അങ്ങയുടെ റഹ്മത്ത് എനിക്കും കിട്ടി നബിയേ എന്നാര് പറഞ്ഞു? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. കണ്ടോ, സമസ്ത ലോകങ്ങൾക്കും ആ നബി തിരുമേനി റഹ്മത്താണ്, റഹ്മത്താണ്. സമസ്ത ലോകങ്ങൾക്കും ആ നബി റഹ്മത്താണ്. അല്ലാഹു പടച്ചോൻ അനുഗ്രഹിക്കട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രിയങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. ആരും പാടട്ടെ, സുകുമാർ കക്കാടാ പാടിയത്. ആര് പാടിയാലും പറഞ്ഞത് നല്ല വാക്കല്ലേ? സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രിയങ്ങളേകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. പള്ളിക്കൂടം മുതൽ പാർലമെന്റ് വരെയുള്ള നിയമങ്ങൾ അല്ലാഹു തആല മുത്തുനബിയിലൂടെ നമുക്ക് തന്നില്ലേ? ഏതാത്? ഖുർആൻ, വിശുദ്ധ ഖുർആൻ അല്ലേ? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അനുകമ്പാ ദശകത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ, ആ വരി വേണ്ട, അത് ശിർക്കിന്റെ വരിയാ. പുരുഷാകൃതി പൂണ്ട ദൈവമോ, റസൂലുള്ള പുരുഷാകൃതി പൂണ്ട ദൈവം അല്ലല്ലോ. നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ, അതും വേണ്ട. നബി തിരുമേനി അള്ളാഹുവിന്റെ മകനൊന്നുമല്ല. പിന്നെ അബ്ദുഹു വ റസൂലു, അള്ളാഹുവിന്റെ അടിമ, അവന്റെ തിരുദൂതൻ. കരുണാവാൻ നബി മുത്തുരത്നമോ, അത് ഫിറ്റ നബിയിൽ. കരുണാവാൻ നബി മുത്തുരത്നമോ. ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. സുഹൃത്തുക്കളെ, ഈ വർഷത്തെ പുണ്യ റബീഇനെ നിറഞ്ഞ മനസ്സോടെ സ്വാഗതം ചെയ്യ്. എന്തോ നമ്മൾ പേട്ടക്കാർക്കൊരു തെറ്റിദ്ധാരണ വന്നുപോയതാണ്. ഇസ്ലാമിൽ 2 ആഘോഷമേ ഉള്ളൂ, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹയും. നബിദിനം സുഹൃത്തുക്കളെ കാലക്രമത്തിൽ നോട്ടീസ് അടിച്ചു വന്നപ്പോ ആഘോഷിക്കുന്നു എന്നുള്ള വാക്ക് വന്നു പോയതല്ലേ? നബിയുടെ പേരിൽ നമ്മൾ ആഹ്ലാദിക്കുകയാണ്. ഇനി ഞാൻ പറയട്ടെ, ഇനി ആഘോഷം തന്നെ അതിൽ ഹറാമും കറാഹത്തും വരാൻ പാടില്ലല്ലോ. ഏത് ആഘോഷത്തിലും വരാൻ പറ്റുമോ സാറേ? പറ്റൂലല്ലോ. ചെറിയ പെരുന്നാളിലും വലിയ പെരുന്നാളിലും ഹറാമും കറാഹത്തും വന്നാൽ തെറ്റാണത്. ഇസ്ലാമിലെ ആഘോഷം തന്നെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന് ശുക്ർ ചെയ്യലാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു പറയലാണ്. അപ്പോ ഈ മാസത്തെ, ഈ ദിവസത്തെ അള്ളാഹുവിന്റെ റസൂൽ എന്ന വ്യക്തിത്വത്തെ വിദ്യാർത്ഥി ഫെസ്റ്റിലൂടെ, സാംസ്കാരിക കൾച്ചർ മീറ്റിങ്ങിലൂടെ, ഇതൊരു ദഅവത്തല്ലേ? ഇന്ന് മഗ്‌രിബ് കഴിഞ്ഞ് ഇവിടെ വലിയൊരു സമ്മേളനം നടന്നു. എന്നോട് ചോദിച്ചു, അച്ഛനെയും ഒരു സ്വാമിയൊക്കെ വിളിക്കട്ടെ. അവരെയൊക്കെ വിളിച്ചിരുന്നോ? വന്നോ? അവരൊക്കെ വിളിച്ചില്ലേ? അതൊക്കെ വിളിക്കണമായിരുന്നു. സുഹൃത്തുക്കളെ, ജനങ്ങൾ അകന്നു പോകുമ്പോ, സമുദായങ്ങൾ അകന്നു പോകുമ്പോ അവരെയും അവരുടെ നേതാക്കളെയും മതാചാര്യന്മാരെയും വിളിച്ചു വരുത്തി നമ്മൾ സുഹൃത്തുക്കളെ ഒരു മാനവ മൈത്രി, നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ മൈത്രി കാത്തു സൂക്ഷിച്ച പ്രവാചകനാണ്.
ഇന്നിപ്പോ വാട്സാപ്പും യൂട്യൂബും ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. ഇസ്ലാമിനെതിരെ, പ്രവാചകനെതിരെ എന്തുമാത്രം വിമർശനങ്ങളാ നടക്കുന്നത്. അതിനെ നമ്മൾ അതിനെ നമ്മൾ പ്രതിരോധിക്കുന്നില്ലല്ലോ. നമ്മൾ സാംസ്കാരിക മീറ്റിങ്ങുകൾ നടത്തിക്കൊണ്ട് പരിശുദ്ധ ഇസ്ലാം എന്താ, പ്രവാചകൻ എന്താ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സമയമില്ല. ഈ റബീഉൽ അവ്വലെങ്കിലും ഉപയോഗിച്ചുകൂടെ? അത്ര നന്ന് പ്രവാചക ശിരോമണിയെ പരിചയപ്പെടുത്താൻ നിങ്ങൾ 4 ദിവസം തെരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ പുണ്യ റസൂലിനെ സ്നേഹിക്കണം.